ഹേയ് ഗായ്സ്, ഇതെൻ്റെ ജോണ്ടിസ് ദിവസത്തെ ഫുൾ വീഡിയോ കിട്ടുകയായിട്ട് കുറേ പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സ്റ്റാർട്ടിങ് ഇതായിരുന്നു ഫസ്റ്റത്തെ അവസ്ഥ. ഞാൻ മുന്നേത്തെ ഷോർട്ട് വീട്ടിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓഫീസിൽ നിന്നായിരുന്നു എനിക്ക് അതിൻ്റെ സിംറ്റംസ് ഒക്കെ കാണിച്ചു തുടങ്ങി. ഭയങ്കര തലവേദനയും കാര്യങ്ങളൊക്കെയാണ് സിംറ്റംസ് ഉണ്ടായിരുന്നത്. ഒരു രക്ഷയില്ലാത്ത ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഭയങ്കര തലവേദനയും ബോഡി പെയിനും, അതേപോലെ എന്താ പറയുക, ഭയങ്കര ഫുഡ് കഴിക്കാൻ പറ്റായ്മ. ടെമ്പറേച്ചർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടെമ്പറേച്ചർ ഇല്ല, ചെറിയൊരു എന്തോ ഒരു മൊത്തത്തിൽ എന്ത് പേരായിട്ട് പറയണമെന്നറിയില്ല, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം ബോഡി പെയിൻ ഉണ്ട്, അതേപോലെ ടെമ്പറേച്ചർ വരുന്നുണ്ട്, വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട്, വായിന് കയ്പ്പ് വരുന്നുണ്ട്. പക്ഷേ വേറൊരു കോൾഡോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് ചെറിയ ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. കാരണം ഡെങ്കുവിൻ്റെ ഒക്കെ ചില സിംറ്റംസ് എനിക്ക് ഇങ്ങനെയൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ചെറിയ പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല, ഫുഡിൻ്റെ ടെൻഡൻസി ഒന്നുമില്ല. 1 വീക്കോളം ഞാൻ ഫുഡ് കഴിക്കാതെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്നില്ല. അപ്പോൾ കഞ്ഞി തന്നെയായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാർച്ച് 6 ഞാൻ ട്രിപ്പ് ഇടാൻ വേണ്ടി പോയി. വർക്കിൻ്റെ ഇടയിൽ ഹാഫ് ഡേ എടുത്തിട്ടാണ് ഞാൻ ട്രിപ്പ് എടുത്തപ്പോൾ പറഞ്ഞു ഫുഡ് കഴിക്കുന്നതിന് ബുദ്ധിമുട്ട്, വേറെ ഇഷ്യൂസൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ് ട്രിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിലേക്ക് എത്തി റെസ്റ്റ് എടുത്ത് അന്ന് തന്നെ നല്ല വിശാലമായ ഒരു നൈറ്റ് ഒരു സദ്യ തന്നെ ഞാൻ കഴിച്ചു കേട്ടോ. പിറ്റേ ദിവസം യൂറിൻ്റെ കളർ ഇതായിരുന്നു, ഭയങ്കര ഡാർക്ക് ഷെയ്ഡായിരുന്നു. കണ്ടപ്പോഴേ അമ്മ ഇങ്ങനെ പറഞ്ഞ് മഞ്ഞപ്പിത്താണെന്ന് തോന്നുന്നു, മോൾ ടെസ്റ്റ് ചെയ്തേക്ക്. നെക്സ്റ്റ് ഡേ സൺഡേ ആയിരുന്നു. സൺഡേ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ യൂറിൻ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു, കൾച്ചറിന് കൊടുത്തു. ദെൻ ഹോസ്പിറ്റലിൽ തന്നെയാണ്. പിറ്റേ ദിവസവും ഞാൻ വീണ്ടും പോയി. മൺഡേ ആയിട്ടും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, ഓഫീസ് ലീവ് എടുത്തപ്പോൾ എൻ്റെ കൾച്ചർ റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് യൂറിൻ ഇൻഫെക്ഷനായിട്ടാണ് കാണിക്കുന്നത്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, യൂറിൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ടും എൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. 3-ാമത്തെ ദിവസം ഇന്നും കൂടെ നോക്കിയിട്ട് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാം എന്നായിരുന്നു പറയുന്നത്. പക്ഷേ എൻ്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റമില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റാണ്, പറഞ്ഞു വഴിയൊന്നുമില്ല. പിന്നത്തെ എൻ്റെ രൂപത കേട്ടോ, അത് അഡ്മിറ്റായി നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിട്ടോ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി, ട്യൂസ്ഡേ ഒക്കെ ആയിട്ടാണ്. അപ്പോൾ ഒട്ടും വയ്യാത്തൊരവസ്ഥയായിട്ട് ചുണ്ടൊക്കെ കണ്ടില്ലേ ഒരവസ്ഥയായിട്ടോ. ഒട്ടും വെള്ളം ഞാൻ കുടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ട്രിപ്പ് ഇടുമ്പോൾ വെള്ളം കുടിക്കേണ്ടെന്ന് പറയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളം കുടിക്കുന്നില്ല. അപ്പോൾ നഴ്സുമാരെന്നെ വന്ന് പറഞ്ഞു വെള്ളം കുടിക്കും, ചുണ്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെള്ളം കുടിച്ചു. അപ്പോൾ കുറച്ച് ഉഷാർ വന്നപ്പോൾ ഞാൻ ഈ ഒരു ഭയങ്കര സന്തോഷമായിട്ടോ, കാരണം എനിക്ക് അസുഖം കുറഞ്ഞെന്നുള്ളൊരു വിശ്വാസമായിരുന്നു. പക്ഷേ അതല്ലായിരുന്നു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ പാസ് ഇതായിരുന്നു കേട്ടോ. പക്ഷേ ഉച്ചവരെ എനിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് എന്നെ വാർഡിൽ നിന്ന് മാറ്റി നേരെ റൂമിലേക്ക് മാറ്റി. കാരണം വാർഡിൽ അങ്ങനെ കിടത്താൻ പറ്റത്തില്ല, കാരണം ഇത് പകരുന്ന അസുഖമാണ്, സ്റ്റാർട്ടിങ് സ്റ്റേജ് പകരുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ അപ്പുറത്തപ്പുറത്ത് പിള്ളേരായതുകൊണ്ട് അതിന് കിടത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. നേരെ എന്നെ റൂമിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈവനിങ് ആണ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ബാഗ് റെഡിയാക്കി, കാരണം അത്ര നേരമൊന്നുമില്ല, കുറച്ച് മണിക്കൂർ മാത്രമേ ഉണ്ടാകും. റൂമിലേക്ക് ഷിഫ്റ്റായി. നല്ല റൂമായിരുന്നു. ബൈസ്റ്റാൻഡേഴ്സിനും 2 ബൈസ്റ്റാൻഡേഴ്സ് നിൽക്കുന്നുണ്ട്. നവിയും അച്ചുവേട്ടൻ്റെ അമ്മയായിരുന്നു. കാരണം എൻ്റെ അമ്മയ്ക്ക് വരാൻ പറ്റിയ സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ അമ്മ നെക്സ്റ്റ് ഡേ ആയിട്ട് വരുമെന്നായിരുന്നു പറഞ്ഞത്. പിന്നെ ആരെങ്കിലും വേണമല്ലോ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഡെയിലി പറഞ്ഞാൽ ആ കിടന്ന 24 മണിക്കൂർ ഞാൻ ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ. കാരണം എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു. പക്ഷേ നെക്സ്റ്റ് ഡേ ഒക്കെ ആയപ്പോൾ അത്യാവശ്യം എഴുന്നേറ്റ് തുടങ്ങി. ഒറ്റയ്ക്ക് എഴുന്നേറ്റ് വാഷ്റൂമിലൊക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ നവിയെന്ന് തന്നെ കൊണ്ടുപോകാറുണ്ടായിരുന്നേ. അപ്പം കണ്ണ് അത്യാവശ്യം മഞ്ഞയായി തുടങ്ങി എന്നുള്ളതാട്ടോ എനിക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ച് നേരെ വീണ്ടും ആസ് യൂഷ്വൽ വീണ്ടും ട്രിപ്പ് ഇട്ടു. കാരണം തീരുന്നതനുസരിച്ച് നഴ്സുമാർ വന്ന് വിളിക്കും കേട്ടോ. അപ്പം ട്രിപ്പ് ഇടാനും വാഷ്റൂം പോകുന്ന സമയത്തൊക്കെ എനിക്കൊരു കോളിംഗ് ബെൽ ഉണ്ടായിരുന്നു. കോളിംഗ് ബെല്ലനുസരിച്ച് എനിക്ക് അവർ വരും. പിന്നെ ഡോർ ക്ലോസിങ് സമ്മതിക്കുന്നുണ്ടായിരുന്നു. അവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെ ചെക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. രാവിലെ മോർണിംഗ് 4 മണിക്കൊക്കെ ആയിട്ട് തന്നെ ഒരു മെഡിസിൻസൊക്കെ ഉണ്ട്. ഉച്ചയായപ്പോൾ അടുത്തതാണ് ഫുഡ് ടൈമായി. അപ്പോൾ ആ സമയങ്ങളൊക്കെ പ്രോപ്പറായിട്ട് എഴുന്നേറ്റ് നോക്കും. കാരണം ഉച്ച ടൈം എനിക്ക് ചോറ് കഴിക്കാൻ പറ്റും. ചോറിനോടൊക്കെ ഭയങ്കര ആർത്തി തോന്നി. പിന്നെ ചോറൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങി, മയങ്ങിക്കിടന്നു. പിന്നെ നെക്സ്റ്റ് ഡേ ഇന്നായപ്പോഴത്തേക്ക് അമ്മ വന്നു കേട്ടോ. ഈവനിങ് ആയപ്പോൾ അമ്മ വന്നപ്പോൾ ചേച്ചീൻ്റെ കുറച്ച് ഫ്രണ്ട്സും വന്നു. അപ്പോൾ ഏർലി മോർണിംഗ് ഞാനിതാ ഒന്ന് ജനവാതിൽ കൂടെ, മീൻസ് ഞങ്ങൾ ജനവാതിൽ നിന്നാണ് പറയാം, ഞങ്ങൾ പുറത്ത് കൂടെ ഒക്കെ നോക്കിയപ്പോൾ കുറച്ച് നല്ല ക്ലൈമറ്റ് കേട്ടോ. നേരെ ഉറക്കം എഴുന്നേറ്റ് ഇന്ന് എനിക്ക് ഡിസ്ചാർജിങ് ടൈമാണ്. ഡിസ്ചാർജ് ചോദിച്ചു. അമ്മ ലാൻഡ് ചെയ്തു, അമ്മ എത്തി. അപ്പോൾ അമ്മ എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ അവസ്ഥ. കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആയി വന്നിട്ടുണ്ട്. പക്ഷേ ഡോക്ടർ ഇനി വരണം, എൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് നോക്കണം, പറയണം. റിപ്പോർട്ട്സോ കാര്യങ്ങളൊന്നും അവർ പ്രോപ്പറായിട്ട് പറഞ്ഞു തന്നിട്ടില്ല. അതൊരു എനിക്കൊരു ഭയങ്കര ബാഡായിരുന്നു. കാരണം എനിക്ക് പ്രോപ്പറായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ അവർ ആ ഒരു സൈഡിൽ നിന്നും, ഡോക്ടറാണെങ്കിലും അല്ലെങ്കിൽ നഴ്സുമാരാണെങ്കിലും എനിക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ തന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ,
ഏത് സ്റ്റേജിലൂടെയാണ് ഞാൻ പോയിക്കോട്ട് നിൽക്കുന്നതെന്നോ സീരിയസ് ആയിട്ടാണോ അല്ലെങ്കിൽ കുഴപ്പമില്ല എന്നാണോ ഒന്നും എനിക്കറിയത്തില്ല. ചോദിക്കുമ്പോൾ അവൾക്ക് റിപ്പോർട്ട് വരട്ടെ, റിപ്പോർട്ട് വരുന്ന കാര്യം മാത്രം. എന്തായാലും ഡിസ്ചാർജ് എന്ന് പറഞ്ഞു, ഈവനിങ് ആയി ഡിസ്ചാർജ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാൻ കാത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേൽക്കണം, അത്യാവശ്യം ലഗേജൊക്കെ കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നു. കാരണം എന്തായാലും 3 മന്ത് റെസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. 3 മന്തിലേക്ക് പ്രോപ്പർ റെസ്റ്റ് വേണം, ഫുഡ് കൺട്രോൾ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രാവിലെ എഴുന്നേൽക്കാം, ഇപ്പോൾ ചെറിയൊരു വീഡിയോ എന്തെങ്കിലും എടുത്ത് വെക്കാം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് എന്തെങ്കിലും ടൈം ആകുമ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ട് വ്ളോഗ് ഇടാലോ എന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റു, പിന്നെ ബ്രഷ് ചെയ്യേണ്ട പരിപാടിയാണ്. അപ്പോൾ അമ്മയോട് സംസാരിക്കുകയാണ് എങ്ങനെ പോകും, ട്രെയിനാണ് തോന്നുന്നു, ട്രെയിനൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ഡേറ്റ് ഫ്രൈഡേയിലേക്ക് പോകുന്നത്. സാറ്റർഡേ ആയപ്പോൾ എനിക്ക് എൻ്റെ ബോഡി എന്നത് കാണുവാണ് എല്ലാം ഫുൾ നല്ലോണം വീഴുന്നു. എനിക്കങ്ങനെ നിന്ന് പോകുന്ന സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട് 60 ഉണ്ടായിരുന്നു, 55 പോയി. അതേ പറഞ്ഞാൽ വീട്ടിലേക്ക് പോകാമല്ലോ, ഒന്ന് റെസ്റ്റ് എടുക്കാമല്ലോ എന്നുള്ളൊരു സമാധാനത്തിലാണ് ഇപ്പോൾ ഞാനുള്ളത്. പിന്നെ വീട്ടിൽ പോയി കുറച്ചുകൂടി ഒന്ന് വീടൊക്കെ ആയിട്ടും ഫുഡൊക്കെ ആയിട്ടും നോക്കിയേക്കണം. ഹോസ്റ്റലായതുകൊണ്ട് തന്നെ ഫുഡൊന്നും ഓക്കെ അല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ ഇഷ്യൂസ് എനിക്ക് നല്ലോണം നടന്നിട്ടുണ്ട്. അപ്പോൾ ഫുഡ് വന്നു, ഇഡ്ഡലിയായിരുന്നു, ആസ് യൂഷ്വൽ ഇഡ്ഡലിയാണ്. അപ്പം അത് കഴിക്കേണ്ട എന്ത് പരിപാടി, അത് ഫുഡ് കഴിക്കാറ് എനിക്ക് എന്തോ ഒരു മഹാസംഭവമായിരുന്നു കേട്ടോ. കാരണം എന്തെങ്കിലും ടേസ്റ്റുള്ള എന്തെങ്കിലും കഴിക്കാൻ, കാരണം വായൊക്കെ അത്യാവശ്യം ടേസ്റ്റൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം വെക്കേറ്റിംഗ് ടൈമായെന്ന് പറഞ്ഞു അവർ, ഡിസ്ചാർജിങ് ടൈമൊക്കെ ആയി. പേയ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ഔട്ട് ചെയ്ത് ഞങ്ങൾ മെല്ലെ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഞാൻ നിന്ന റൂം. അത്യാവശ്യം നല്ല സ്പേസ്ഫുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം ക്ലീനിങ് ഒക്കെ പക്കയായിരുന്നു. റിനി മെഡിസിറ്റി കൊച്ചിയാണ്, എടപ്പള്ളി പാലാരിവട്ടം അവിടെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. എല്ലാ ദിവസവും വന്ന് ക്ലീനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ റൂം നമ്പർ ഇതായിരുന്നു വന്നിട്ടോ, 1540 റൂം നമ്പർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എന്നെ വീൽ ചെയറിനായിട്ട് കൊണ്ടുപോകാണ് കേട്ടോ, താഴത്തേക്ക് കൊണ്ടുപോകാണ്. പേയ്മെൻറ്റ്സ് ഒക്കെ ക്ലിയർ ഔട്ട് ചെയ്ത് അത്യാവശ്യം ഇവിടെ ഒരിക്കലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല, ഇവിടെ അറിയുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല, അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ എനിക്ക് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓവർ കയറി നേരെ പോകുന്നത് എൻ്റെ ഹോസ്റ്റലിലേക്ക് തന്നെ പോകാൻ കേട്ടോ, ലഗേജൊക്കെ എടുക്കാൻ വേണ്ടി. അപ്പം ബൈ റെവന്യൂ മെഡിസിറ്റി, ഇനിയൊരു വരവ് വരാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. അപ്പം താങ്ക് യു എന്ന് തന്നെ പുറത്തേക്കും പറഞ്ഞു. അപ്പോൾ ഞാൻ റൂമിലെത്തി, ബാഗ് പാക്കിംഗ് ആണ്, എനിക്ക് ഫ്രൂട്ട്സ് ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഡേ ഞാൻ വീട്ടിലെത്തിയപ്പോൾ അവസ്ഥ വെച്ചാൽ ടു ബാഡായിരുന്നു. കാരണം ഡോക്ടർ പ്രത്യേകം പറഞ്ഞു ഇനി 1 വീക്കിലേക്ക് കുറച്ചുകൂടി വീക്കാവും, നല്ല രീതിക്ക് കൂടും, കുറച്ച് ഹൈലി കൂടിയും. കാരണം എന്താ പറയുക, യെല്ലോ ആവും, അത് കണ്ട് പേടിക്കരുത്, ഓക്കെ ആയിട്ട് വരും. സമയത്ത് വേറെ മെഡിസിൻസ് എടുക്കാനോ അല്ലെങ്കിൽ വേറെ കാണിക്കാനോ ഡോക്ടറെ കാണിക്കുന്നതൊന്നും നിൽക്കരുത്. അത് യൂഷ്വലി അത് മെല്ലെ മെല്ലെ കുറഞ്ഞു വരും എന്നായിരുന്നു പറഞ്ഞത്. അപ്പം ഞാനത് അറിഞ്ഞുകൊണ്ട് രാത്രിയൊക്കെ ഫുൾ ടൈം വെള്ളം കൂടിയായിരുന്നു. നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്കും നോക്കിയപ്പോൾ വിളക്കൊന്ന് കത്തിച്ചിട്ടോ, ഭഗവാനൊക്കെ കാണുമ്പോൾ ഒരു സമാധാനം, വിളക്ക് കത്തി ഭക്തിഗാനൊക്കെ വെച്ച് ഒന്ന് പ്രാർത്ഥിച്ച് കുറച്ച് നേരം. അപ്പോൾ ഈവനിങ് എൻ്റെ സ്നാക്ക് ഇതാണ്, കാരണം എന്തെങ്കിലും കഴിക്കണം എന്നായിരുന്നു, അപ്പോൾ ഇതായിരുന്നു എൻ്റെ സ്നാക്ക്. അപ്പം ഞാൻ ഇതൊക്കെ എടുത്ത് വീട്ടിലേക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ മുഖം കണ്ടപ്പോൾ സത്യമായ ഷോക്കായി. എൻ്റെ കണ്ണ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ എൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്നുള്ളത്. ഇതായിരുന്നു എൻ്റെ കറണ്ട് സിറ്റുവേഷൻ. ഈ ഒരു അവസ്ഥയിലായിരുന്നു പോയിക്കൊണ്ട് നിൽക്കുന്നത്. പിന്നെ എന്താ പറയുക, എൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് തന്നെ തോന്നി എൻ്റെ അവസ്ഥ കുറച്ച് പരിതാപകരമാണ്. കാരണം എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനൊരു അവസ്ഥ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നൈറ്റ് ആയപ്പോഴേ കുറച്ച് എനിക്ക് വേദന കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ മാക്സിമം കിടക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല, ഉറങ്ങാനോ കാര്യങ്ങളൊന്നും എനിക്ക് പറ്റുന്നില്ല. കാരണം ഈ വയറിൻ്റെ മുകളിൽ നിന്നൊക്കെ ആയിട്ട് ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ, അത് അസുഖം വന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ എൻ്റെ കണ്ണ് കണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടാവും. കാരണം ഏകദേശം എല്ലാം ഭയങ്കരമായിട്ട് സ്പ്രെഡായി. കാരണം യൂറിൻ നല്ല രീതിക്ക് ഡാർക്കാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഡ്രസ്സസ് അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ടർക്കി ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ ആണ്. അത് അപ്പം ഞാൻ കിടന്നിട്ട് യൂസ് ചെയ്യുന്ന പുതിയ ബ്രഷ് ഞാനിങ്ങനെ ബ്രഷ് ഇട്ടത് മോഷൻസോ ഷെയ്ഡായി പോകുന്നില്ലായിരുന്നു. ഭയങ്കര വീക്കാണ്. അപ്പോൾ ഡോക്ടേഴ്സ് പ്രത്യേകം പറഞ്ഞു എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ പനിയോ എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ എന്തായാലും ഇവിടെ വന്ന് അഡ്മിറ്റ് ആവണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ എവിടെ അഡ്മിറ്റ് ആവാതെ ഡയറക്റ്റ് നമ്മുടെ അടുത്തേക്ക് തന്നെ വരണമെന്ന് പ്രത്യേകം ഒരു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ രാത്രിയാകുമ്പം ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ച് നടക്കണം, എപ്പോഴാണെങ്കിലും രാത്രിയാകുമ്പോൾ കുറച്ച് കൂടുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ മോശം പോകാനുള്ള ഫുഡൊന്നും മെഡിസിൻസ് കഴിക്കുന്നില്ല. കാരണം എനിക്ക് മോശം പോകുന്നുണ്ടായിരുന്നു, പക്ഷേ ഒരു ടൈം ആയപ്പോൾ എനിക്ക് മോശം പോകുന്നേ ഇല്ല. 2-3 ഡേയ്സോടെ ഞാൻ പോവാതെ ആയി തുടങ്ങി.
അപ്പോൾ ഇതായിരുന്നു എൻ്റെ അവസ്ഥ. ഞാൻ മെലിഞ്ഞ് ഏകദേശം സൈഡായിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫുഡ് ഇതാണ് കേട്ടോ. ഭയങ്കര ഉപ്പും അതേ എരിവൊന്നും കൂട്ടാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന തോർത്തതായിരുന്നു, വൈറ്റായിരുന്നു, പക്ഷേ ഒരു യെല്ലോ ഷെയ്ഡായിട്ട് വന്നു തുടങ്ങി. അപ്പം പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ പച്ചക്കറിയും ദോശ, അധികം തേക്കാത്ത ദോശയാണ് കേട്ടോ. അപ്പം ഈവനിങ് ആയപ്പോൾ ഞാൻ കുളിച്ച് വീണ്ടും വിളക്കൊക്കെ കത്തിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് ഓക്കെ ആയി. ആ സമയത്ത് ഭക്തി കുറച്ച് കൂടിയ ടൈമായിരുന്നു കേട്ടോ. ഞാൻ തന്നെ എൻ്റെ ബോഡി കണ്ട്, എൻ്റെ കൈയൊക്കെ കണ്ട് ഞാൻ അത് ഞെട്ടിയിരിക്കട്ടോ. കയ്യിലൊക്കെ മൊത്തം പാടുകളാണ്, ഇഞ്ചെക്ട് ചെയ്തതിൻ്റെ കുറേ പാടുകൾ നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര വൃത്തികേട് കേട്ടോ. എനിക്കറിയാം ഞാനായിട്ട് വരുത്തി വെച്ചതാണ്, വെള്ളം കുടിക്കലോ ഫുഡോ ഒന്നും പ്രോപ്പർ അല്ലാത്തത്. ഫുഡ് ഇതൊക്കെയാണ് ഞാൻ കഴിച്ചത്. അധികം സ്പൈസസ് അല്ലാത്ത ഫുഡ് കഴിക്കണം എന്ന് നിർബന്ധമാണ്. ഇപ്പോൾ യെല്ലോ ഷെയ്ഡ് അത്യാവശ്യം ഒന്ന് മാറി തുടങ്ങി. നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്ക് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട്, കാരണം നമുക്ക് ഇവിടുന്ന് നമ്മുടെ വാർഡിലേക്ക് റിപ്പോർട്ട് പോയി. എനിക്കിവിടെ ഈ വാർഡിലുള്ള ഒരാൾക്ക് എൻ്റെ പേരിൽ മഞ്ഞപ്പിത്തം ഉണ്ടെന്ന് പറഞ്ഞു നമ്മുടെ കൊച്ചിയിൽ നിന്ന് ഇവിടത്തേക്ക് നമുക്ക് റിപ്പോർട്ട് പോയി. അപ്പം ഞങ്ങൾ നേരെ അവിടെ പോയി ട്രസ്റ്റിൽ പോയി, ഹെൽത്ത് സെൻറ്ററിൽ പോയിട്ട് കാണിച്ചത്തേക്ക് അവർ റെസ്റ്റ് പറഞ്ഞു. നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്ക് മഞ്ഞ കുറച്ചൊന്ന് കുറഞ്ഞെന്ന് ഒന്ന് നോക്കിയായി. പിറ്റേ ദിവസം ഞാൻ വീണ്ടും നോക്കിയപ്പം അവിടെയൊക്കെ തന്നെ എനിക്ക് ഭയങ്കര ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ബാധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ ഫുഡ് എന്തായാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ ഫിഷ് ഇടയ്ക്ക് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഫിഷ് കഴിച്ചോളാൻ പറഞ്ഞു, കുഴപ്പമില്ല. പിന്നെ പുട്ടും ഇഡ്ഡലിയും തന്നെയാണ് ഏകദേശം എൻ്റെ ഫുഡ്. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ ജോണ്ടിസ് പീരീഡിൽ കഴിച്ച ഫുഡ്. അപ്പം ബൈ.